കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 13 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവിനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറെ ഫരിസേയരും ഹെറോദേസ് പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്നും ഞങ്ങൾ അറിയുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ കാപഠ്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? ഒരു ദനാറ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ കാണട്ടെ. അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് കുറേ ലൗകിക സമ്പത്തോ ബാഹ്യമായ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ പാരമ്പര്യമോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കാൾ ഉപരിയായി ചിന്തിക്കാവുന്നൊരു കാര്യമുണ്ട്, ആത്മീയ സമ്പത്ത്. 2 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അതാണ്. പത്രോസ്ലിയായി നമ്മെ പഠിപ്പിക്കുന്നത് അക്കാര്യമാണ്. നിങ്ങൾ ജ്ഞാനത്താൽ വചനത്താൽ സമ്പന്നരായി മാറുക. അത് ആത്മീയ സമ്പത്താണ്. മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് വിലമതിക്കപ്പെടേണ്ട കാര്യമാണ് ആത്മീയ സമ്പത്ത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യം ഇതാണ്. പത്രോസ്ലിയ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, ദുഷ്ടരുടെ തെറ്റിനെ അനുകരിക്കരുത്. അനുകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജന്മവാസനയാണ്. നമ്മളറിയാതെ തന്നെ മറ്റുള്ളവരെ അനുകരിച്ചു പോകും. ചിലപ്പോൾ അവരുടെ നടപ്പ്, സ്റ്റൈല്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അനുകരിക്കാനുള്ള ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അനുകരിക്കുന്നത് നല്ലതിനെ ആയിരിക്കണം. നല്ലത് അനുകരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ലോകത്ത് എവിടെയുള്ള ഒരു വ്യക്തിയുടെ ആ വ്യക്തിയിലെ നന്മയാണേലും അത് അനുകരിക്കാൻ പറ്റും, അത് നല്ലതാണ്. പക്ഷേ തെറ്റായ കാര്യങ്ങൾ അനുകരിക്കരുത്. ഇന്ന് പത്രോസ്ലീഹ ആ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ മറ്റ് പല വചനഭാഗങ്ങൾ നാം അനുകരിക്കരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 13:1 വായിച്ചാൽ, അഹങ്കാരികളെ അനുകരിക്കരുത്, നീ അവരുടെ കൂടെ വസിച്ചാൽ തന്നെ നീയും അഹങ്കാരിയായി മാറും. അതുകൊണ്ട് നമ്മുടെ വാസം, നമ്മുടെ സൗഹൃദം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള വ്യക്തികളുമായിട്ട് വേണം. അതല്ലെങ്കിൽ നമ്മളും പാപത്തിൽ നിബദിക്കും എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 14:1 വായിച്ചാൽ, ദൈവനിഷേധികളെ അനുകരിക്കരുത്, ദൈവമില്ല എന്ന് ഭോഷൻ ഹൃദയത്തിൽ പറയുന്നു എന്നാണ് ഈ വചനം പറയുക. ഈ ഭോഷനെ അനുകരിച്ചു കഴിഞ്ഞാൽ നമ്മളും ഭോഷന്മാരായിത്തീരും. പറയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതുപോലെ അനുകരിക്കരുതാത്ത പലതും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അതിൻ്റെ പുറകെ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അനുകരിക്കാവുന്നത് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13:15 വായിച്ചാൽ, ഞാനൊരു മാതൃക നിങ്ങൾക്ക് തന്നു, നിങ്ങളത് അനുകരിക്കുക. പരിശുദ്ധ കന്യാമറിയം അനുകരണീയമായ ഒരു വ്യക്തിയാണ്. ലൂക്കായുടെ 1 വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെ അനുകരിക്കാൻ പറ്റും. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചത്? ഗബ്രിയേൽ ദൂതൻ വരുമ്പോഴും അവൾ കന്യകയായിരുന്നു. അങ്ങനെ ജീവിത വിശുദ്ധി കളയാതെ ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. എളിമയ്ക്കും അനുസരണത്തിനും എല്ലാം ഉദാത്ത മാതൃകയായി മാറിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. 1 കൊരിന്തോസ് 11:1 വായിച്ചാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം,
കാരണം ഞാൻ യേശുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്. പറയുണ്ട് ദൈവത്തെ അനുകരിക്കാൻ പറ്റും. നല്ല മനുഷ്യര് ദൈവത്തെ അടുത്തറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിച്ച വ്യക്തികളുണ്ട്. അവരെയൊക്കെ നമുക്ക് അനുകരിക്കാൻ സാധിക്കും. അത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, കുറച്ചുപേര് ഫരിസേര്, നിയമത്തിന് അങ്ങനെയുള്ളവര് അയച്ച വ്യക്തികളാണ്. നിങ്ങൾ എന്നിട്ടേ ഈ ഒരു കാര്യം പറഞ്ഞ് യേശുവിനെ ഒന്ന് കൊടുക്കാൻ നോക്ക്. വാക്കിൽ കൊടുക്കാൻ അവര് പരിശ്രമിച്ച ഒരു രംഗമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കണ്ടത്. യേശുവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അനന്തജ്ഞാനിയായ യേശുവിനെ ആരെല്ലാം നോക്കിയാലും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ജ്ഞാനം നമ്മുടെയൊക്കെ ജ്ഞാനത്തിന് ഉപരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ യേശുവിനെ ചോദ്യം ചെയ്യാനല്ല നമ്മൾ പോകേണ്ടത്. ഈ യേശുവിനെ കുറ്റപ്പെടുത്താനല്ല നമ്മൾ പോകേണ്ടത്. ഈ യേശുവിനെ താഴ്മയോടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള വലിയ നേട്ടമുണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അവർ വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നികുതി കൊടുക്കുന്നത് ശരിയാണ്? അപ്പം ഈ യേശു ശരിയായ ഉത്തരം കൊടുക്കുകയില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. ഇനി നമ്മൾ കാണുകയാണ്, യേശുവിൻ്റെ ജ്ഞാനത്തിൽ യേശു ആവശ്യപ്പെട്ട ഒരു കാര്യം, ഒരു നാണയം കൊണ്ടുവരിക. ഇതിനകത്ത് ആരുടെ രൂപമാണ് നമ്മൾ കാണുക? സീസറിൻ്റെ. ഓക്കെ, എന്നാൽ നിങ്ങൾ സീസറിനുള്ളത് സീസറിന് കൊടുത്തോ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ആ ഒരു കാര്യം മറന്നു പോകരുത്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുകയും സീസറിനുള്ളത് സീസറിന് കൊടുത്തോ. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിനുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം ദൈവത്തിന് കൊടുക്കുന്നവരാണോ? ആരാധന ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. ദൈവത്തെ ആരാധിക്കാത്തവരാണ് ഈ മനുഷ്യരെ കയറി ആരാധിക്കുന്നത്. അവരെ ആരാധനാ വിഷയമാക്കി മാറ്റുന്നത് ചില വ്യക്തികളാണ്. സൃഷ്ടിയാണ് അവരുടെ ദൈവം. അവർ പറയുന്നതിനപ്പുറത്തോട്ടൊന്നുമില്ല. അത് മനുഷ്യനെ ആരാധിക്കുന്ന വ്യക്തിപൂജയൊക്കെ ആയിട്ട് മാറുന്ന കാര്യങ്ങളാണ്. ദൈവത്തെ ശരിക്കും ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. നിങ്ങൾ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ആരാധിച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ അളവറ്റ അനുഗ്രഹങ്ങളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ. നിങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവർ സുഖപ്പെടും, സാമ്പത്തിക ക്ലേശങ്ങളുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മാറും, നിങ്ങളുടെ ഇടയിൽ ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാകില്ല, അകാല മരണം സംഭവിക്കില്ല. അങ്ങനെ ഒരു കുന്ന് അനുഗ്രഹമാണ് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ദൈവത്തെ ആരാധിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അഭിവൃദ്ധി അത് ഏറ്റെടുക്കാതെ ജീവിക്കുന്നത് എന്ത് ശോചനീയമാണ്. ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. ആരാധന ദൈവത്തിനുള്ളതാണ്. ദാവീദ് രാജാവായിരുന്നിട്ട് പോലും ദാവീദും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ദൈവജനവും ദൈവത്തിന് കൊടുത്തതാണ് ആരാധന. രാജാവിന് പോലും അവർ കൊടുത്തത് ആദരം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ ആദരം ദൈവത്തിന് കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ടാവും. 1 സാമുവേൽ 2-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിച്ചാൽ നീ നിന്ദിക്കപ്പെടും. ഒരു വിധത്തിലും ദൈവത്തെ നിന്ദിക്കാതെ ദൈവത്തെ ആദരിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മലാക്കി 1-ാം അധ്യായത്തിൽ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് നൽകേണ്ട ബഹുമാനം അതെവിടെ? ദൈവത്തെ ബഹുമാനിച്ചിട്ടാണ് മനുഷ്യരെ ബഹുമാനിക്കാൻ നമ്മൾ പോകേണ്ടത്. ഇനി വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടി അല്ലെ ഭയം കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനമൊക്കെ കാണിക്കും. അവരുടെ മുമ്പിൽ വേണേൽ കൈകൂപ്പി നിൽക്കാനോ വായടച്ച് നിൽക്കാനോ ഒക്കെ നമ്മൾ തയ്യാറായെന്ന് വരും. പക്ഷേ ദൈവം ചോദിക്കുകയാണ്, എനിക്ക് തരേണ്ട ബഹുമാനം അതെവിടെ? ഇത് തരാതെയാണോ നീ മനുഷ്യരെ വലിയ ബഹുമാനത്തോടെയൊക്കെ കാണുക? ദൈവത്തെ ബഹുമാനിക്കുന്നവരെ സ്വാഭാവികമായിട്ടും ബഹുമാനിക്കേണ്ട എല്ലാവരെയും ബഹുമാനിക്കുന്നവരായിട്ട് മാറും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായിട്ടൊരു കാര്യം, മലാക്കി 3-ാം അധ്യായം 8 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ദശാംശം ദൈവത്തിനുള്ളതാണ്. നമ്മൾ കണ്ടല്ലോ, സീസറിനുള്ളത് സീസറിന്, പക്ഷെ ദൈവത്തിനുള്ളത് ദൈവത്തിന് നൽകുക എന്ന്
യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇനി ഇതിന് തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. നീ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ, ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ, നീ അനുഗ്രഹിക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അറിയാൻ പറ്റും. ഇനി വിശ്വാസമുള്ളവർക്ക്, ദൈവസ്നേഹമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ ഇതേക്കുറിച്ച് പറയുന്നവരെ തന്നെ കുറ്റപ്പെടുത്താനും, അല്ലെങ്കിൽ അത് ഇവരൊക്കെ അങ്ങനെ പറയും, ഞാൻ എൻ്റേതായ രീതിയിൽ പോകുമെന്നുള്ള ഒരു തീരുമാനമായിരിക്കും അവസാനം വരിക. ബുദ്ധിയല്ല നമ്മളെ നയിക്കേണ്ടത്, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. അങ്ങനെയുള്ളവർ ഈ കാര്യം ചോദ്യം ചെയ്യാതെ അവർ ദൈവത്തോടുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി ചെയ്യാൻ തയ്യാറാകും. അപ്പോൾ കർത്താവ് പറയാണ്, അവരനുഗ്രഹിക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് നീ കാത്തിരുന്ന് കണ്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുത്താൽ നിശ്ചയമായിട്ടും നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് ബോധ്യപ്പെട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട, ശുദ്ധ നിയോഗത്തോടെ ജീവിക്കുവാൻ വേണ്ട ആ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.